കുഞ്ഞമ്മയെയും സരളയെയും ഞങ്ങൾക്ക് മെത്രാന്മാരായി വേണ്ട. ഓർത്തഡോക്സ് വിശ്വാസികൾ കോടതിയിലേക്ക്. പൈശാചിക സഭ എന്നറിയപ്പെടുന്ന കഞ്ഞിക്കുഴി ആസ്ഥാനമായുള്ള ഓർത്തഡോക്സ് സഭയുടെ തലവനെതിരെ ഇപ്പോൾ വിശ്വാസി സമൂഹം തന്നെ നിയമയുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പൈശാചിക സഭ എന്ന് പണ്ട് പൈതൃകമുണ്ടായിരുന്ന ഈ സഭയ്ക്ക് ഇപ്പോൾ ലേബൽ വരുവാൻ കാരണം അതുപോലെയുള്ള മ്ലേച്ഛതകളാണ് ഈ സഭയിൽ ഇപ്പോൾ നടക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ നാണം കെടുത്തിയ കുമ്പസാര പീഡന കേസിലെ കത്തനാർമാർ മുതൽ കുണ്ടറച്ചാമിയാരെ പോലെയുള്ള സർട്ടിഫൈഡ് സ്വർഗഭോഗികൾ മാത്രമല്ല, പോക്സോ കേസിൽ പ്രതിയായ 86-കാരനായ ശമോൻ റംബോൻ തുടങ്ങി ഉമ്മച്ചൻ വരെയുള്ള ആഭാസന്മാരായ പാതിരികൾ ഇപ്പോഴും കൂതാശിച്ച് നടക്കുന്ന ഈ സഭയെ പിന്നെ വേറെ എന്ത് വിളിക്കും? ഇപ്രകാരം ആഭാസത്തരങ്ങളിൽ പിടിക്കപ്പെട്ടാൽ അവർ പിന്നെ പരിശുദ്ധ വാവയുടെ പ്രീമിയം ക്ലബിൽ അംഗമാകും. പിന്നീട് അവരുടെ ജീവിതം ജിങ്കാലാല. നാൾക്കുനാൾ ഈ പൈശാചിക സഭയിൽ നിന്നും മനമെടുത്ത് 10,000-കണക്കിന് വിശ്വാസികൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ എണ്ണം നാൾക്കുനാൾ ശോഷിച്ചു വരുമ്പോൾ നിലവിലുള്ള ഈ ചുവന്ന നെറ്റിക്കാരന്മാരെ തന്നെ വിശ്വാസി സമൂഹത്തിന് ഭാരമായി മാറിയിരിക്കുമ്പോഴാണ് മത്തായി മൂന്നാമൻ തിടുക്കപ്പെട്ട് 4 പുതിയ ചുവന്ന നെറ്റിക്കാരന്മാരെ കൂടി റിക്രൂട്ട് ചെയ്യുവാൻ ഒരുങ്ങുന്നത്. പ്രകാരം ഒരു തിരഞ്ഞെടുപ്പിന്റെ ആവശ്യം നിലവിൽ ഈ സഭയ്ക്കില്ല. അഥവാ അത്ര നിർബന്ധമാണെങ്കിൽ വരുന്ന ഓഗസ്റ്റിൽ സഭാസ്ഥാനികളെ തിരഞ്ഞെടുക്കുവാനുള്ള മലങ്കര അസോസിയേഷനിൽ നടക്കും. അതിൻ്റെ കൂടെ ഇതും കൂടി നടത്തിയാൽ കോടികൾ ഇവർക്ക് ലാഭിക്കുവാൻ പറ്റും. ഇപ്പോൾ ഏതാണ്ട് 5 കോടിയിൽ പരം രൂപ മുടക്കിയാണ് തിടുക്കപ്പെട്ട് ഈ 4 മെത്രാന്മാരെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത അന്ന് മുതൽ തുടങ്ങുന്നു വിശ്വാസികളുടെ പരാതികൾ. സഭയിലെ അറിയപ്പെടുന്ന 2 പുരുഷ കാമികളാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തലപ്പത്ത് ഇരിക്കുന്നത്. തെളിവുകൾ ഞങ്ങൾ നൽകാം. അതിലൊരാളെ കുറിച്ച് നിലവിൽ കോട്ടയം കോടതിയിൽ കേസും നിലനിൽപ്പുണ്ട്. അവന് ഞങ്ങൾ കോടതിയിൽ നിന്നും സർട്ടിഫൈഡ് കുണ്ടൻ തിരുമനസ് എന്ന പട്ടം വാങ്ങിച്ചു കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരുവൻ പാതിരികളുടെ സ്വർഗഭോഗികളുടെ ക്ലബിന്റെ പ്രസിഡന്റാണ്. ഒരു പാതിരി ഞങ്ങളോട് വെളിപ്പെടുത്തിയതാണ് ഈ കാര്യങ്ങളെല്ലാം. അതിന്റെ കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്നും ഇത്തരം ദൃശ്യങ്ങൾ ലീക്കായിട്ടുമുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ മൂന്നാമൻ വട്ടിന് അൽപ്രാക്സ് ഉൾപ്പെടെയുള്ള മരുന്ന് കഴിക്കുന്നവനും സഭയുടെ എല്ലാ ചുമതലകളിൽ നിന്നും ഇപ്പോൾ മാറ്റി നിർത്തപ്പെട്ടവനുമാണ്. വട്ടിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇയാൾ വയലന്റ് ആകുന്ന ആളാണെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പറ, ഇവന്മാർ ചേർന്ന് സ്ക്രീൻ ചെയ്താൽ ആരെ തിരഞ്ഞെടുക്കും? അതെ, നിങ്ങളിപ്പോൾ ആ മനസ്സിൽ കണ്ടതുപോലെ തന്നെയുള്ളവന്മാരെ ഇവന്മാർ സ്ക്രീൻ ചെയ്തു. അതിലൊരുവനാണ് സരള. സെമിനാരി പഠനം മുതൽ ഇവനെ സഹമുറിയന്മാരടക്കം ഇവന്റെ പ്രകൃതം കൊണ്ട് വിളിക്കുന്നത് സരള എന്നാണ്. രണ്ടാമനെ വിളിക്കുന്നത് കുഞ്ഞമ്മ എന്നാണ്. സെമിനാരി പയ്യന്മാർ 3 കുർബാനയൊക്കെ പഠിച്ചത് ഇവന്മാരെ കൊണ്ടാണ്. രണ്ടിനെയും ഒരു കുടുംബജീവിതം നയിക്കുവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വീട്ടുകാർ കൊണ്ട് സെമിനാരിയിൽ ചേർത്തതാണ്. ഇവർ രണ്ടും സഭയിലെ അറിയപ്പെടുന്ന 2 പൃഷ്ഠനാടക തിരുമനസുകളുടെ അപ്രന്റീസുമാരായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് ഇവരെ സ്ക്രീൻഡ് ഇൻ ആക്കിയത് എന്നാണ് വിവരം. വേറൊരെണ്ണം മൂവാറ്റുപുഴയിലെ അമ്മയെയും മകളെയും ഒരുപോലെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന വിത്തും തടയും മെത്രാന്റെ നോമിനിയാണ്. പള്ളി പിടിച്ചു പറിക്ക് ബിരുദൻ. പഠിക്കുന്ന കാലത്ത് പാർട്ടി കൊട്ടേഷന് പൊക്കൊണ്ടിരുന്ന ആളുമാണ്. ഈ സഭയെ അടുത്തറിയാവുന്നവർ ഇപ്പോൾ പറയുന്നത് ഈ പൈശാചിക സഭയുടെ നിയന്ത്രണം ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിൽ ആണ് എന്നാണ്. ഇവരുടെ കയ്യിലുള്ള ലക്ഷക്കണക്കിന് കോടികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും സഭയുടെ മിഷണറിയും ഉപയോഗിച്ച് ഹവാല ഇടപാടുകൾ നടത്തുക, സ്വർണ്ണക്കടത്തലുകൾ നടത്തുക, വിശ്വാസികളെ പ്രഷർ ഗ്രൂപ്പാക്കി രാഷ്ട്രീയ ലക്ഷ്യവും കാണുക ഒക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ബാക്കിയെല്ലാം വെറും പ്രഹസനം മാത്രം. ഈ സഭയിലെ പ്രമുഖരായ 1000-കണക്കിന് കോടികൾ ആസ്തി ഉണ്ടായിരുന്ന മെത്രാന്മാരുടെ എല്ലാ ദുരൂഹ മരണങ്ങളും കൊലപാതകങ്ങളും ഇക്കഴിഞ്ഞ 15 കൊല്ലം സഭയുടെ മെത്രാന്മാരുടെ യാത്രകളും സ്വകാര്യ ട്രസ്റ്റുകൾ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളും കേസിനെന്ന പേരിൽ ഒഴുക്കിയ 1000-കണക്കിന് കോടികളുടെ ഇടപാടുകളും വിദേശ രാജ്യങ്ങളിലടക്കം ഇവർ നടത്തിയ യാത്രയുടെ വിവരങ്ങളും ഇവർ കുഴൽമാർഗം അയച്ച പണമിടപാടുകളും പരിശോധിച്ചാൽ മാത്രം മതി ഇതെല്ലാം വെളിച്ചത്ത് വരും. കഞ്ഞിക്കുഴി മത്തായിയുടെ അന്നദാനം കോർഡിനേറ്റ് ചെയ്യുന്നവന്റെ സമീപകാലത്ത് വെച്ച ആഡംബര വീട് മാത്രം ഒരു ഉദാഹരണം. മലേഷ്യൻ ജോജോയ്ക്ക് സ്വർണം കടത്തുവാൻ വ്യാപ്തിയുള്ള മിനിമം 4 കിലോ സ്വർണ്ണ ബാറുകൾ വരെ എണ്ണയിട്ട് തിരികെ കയറ്റുവാൻ വ്യാപ്തിയുള്ള ഭദ്രാസനമുള്ളവരായിരിക്കണം പുതിയ മെത്രാന്മാർ എന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ക്രൈറ്റീരിയ. മേൽപ്പറഞ്ഞ മെത്രാന്മാരുടെ കൂടെ നിന്നവന്മാരെ മാത്രം ഓപ്റ്റ് ചെയ്യുവാൻ കാരണം അവരാകുമ്പോൾ 4 കിലോ അല്ല അതുക്കും മേലെ സ്മൂത്തായി പോകും എന്നതിനാലാണ്
ഇവരെ മലങ്കര അസോസിയേഷന്റെ മുമ്പാകെ കൊണ്ട് നിർത്തുന്നത്. ഫോട്ട് കുത്തിയാട്ടെ കുഞ്ഞാടുകളെ എന്നും പറഞ്ഞ്. എന്തായാലും സഹികെട്ട ഇതിനെതിരെ ബോധമുള്ള മലങ്കര സഭാ വിശ്വാസികൾ നിയമയുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. മലങ്കര സഭാ ഭരണ നേതൃത്വവും സ്ക്രീനിംഗ് കമ്മിറ്റിയും കാണിക്കുന്ന ഇത്തരം താൻപോരിമയ്ക്കും അഴിമതിക്കും തിരിമറികൾക്കുമെതിരെ സഭയുടെ കാതോലിക്കയുടെ ആസനം ഭദ്രമായി വെച്ചിരിക്കുന്ന സഭയുടെ കാതോലിക്കയുടെ ആസനം ഭദ്രമായി വെച്ചിരിക്കുന്ന ആ മേഖലയിൽ കോട്ടയത്തെ മുൻസിഫ് കോടതിയിൽ തന്നെ വളരെ സുപ്രധാനമായ ഒരു സിവിൽ കേസ് ഒറിജിനൽ സ്യൂട്ട് നമ്പർ 291/2026 നമ്പറായി ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത്തരം മെത്രാന്മാർ കാലെടുപ്പിക്കാൻ വയ്യാതെ തവള പോകുന്നത് പോലെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രീൻ ചാനൽ ഫെസിലിറ്റി ഉപയോഗിച്ച് സ്വർണവും വിദേശ കറൻസിയും ഭദ്രാസനങ്ങളിൽ ഭദ്രമായി കടത്തുന്നവരെ സൂക്ഷിക്കുക. ഇതുപോലെ ഓർത്തഡോക്സ് സഭയുടെ മറ്റൊരു മെത്രാനെ എയർപോർട്ടിൽ വെച്ച് ബ്ലൂ ഫിലിം സിഡിയുമായി പിടിച്ചിരുന്നു. അദ്ദേഹത്തെ ആരാണെന്ന് രക്ഷപ്പെടുത്തിയത്? എക്സ്റേയിൽ ഇരുന്ന CISF വനിതാ SI ആ സിഡി പിടിച്ചപ്പോൾ അദ്ദേഹം മൊഴിഞ്ഞു ഇത് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ആണെന്നാണ്. ഈ മൂന്നിന്മേൽ കുർബാന എന്താണെന്ന് അറിയാനായി അവർ അത് പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് സംഗതി ഹോട്ടാണെന്നും ടൺ കണക്കിന് ഫണ്ണാണെന്നും മനസ്സിലായത്. കേരളത്തിലെ ഒരു പ്രമുഖനാണ് അന്ന് മെത്രാനെ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം എന്നീ മെത്രാച്ചന്റെ വലങ്കൈയാണ്. ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ തീരുമാനിക്കുക. മലേഷ്യൻ വ്യവസായിയുടെ ഡീപ് സ്റ്റേറ്റിന്റെ കടത്തിനായി വിസ്തൃതിയുള്ള ഭദ്രാസനങ്ങളുള്ള കുഞ്ഞമ്മമാരെയും സർളമാരെയുമാണോ നിങ്ങൾക്ക് മെത്രാന്മാരായി വേണ്ടത്? അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പൈശാചിക സഭയിൽ മുണ്ടുമടക്കി കുത്തി ആ കഞ്ഞിക്കുഴി അസരലോകത്ത് കയറുവാൻ പ്രാപ്തിയുള്ള 2 പേരുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം നിങ്ങളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, പ്രത്യേകിച്ച് സഭയുടെ ഈ മെത്രാൻ സ്ഥാനാർത്ഥികളെയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.